ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അടുക്കളയിലുള്ള ഒരു ഔഷധത്തെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഇതിനെക്കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെയിലി ലൈഫിലുള്ള ഫുഡിൽ നിങ്ങൾ ഇത് ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ സംഭവിക്കാവുന്ന അസുഖങ്ങളെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റം കൂടിയാണിത്. ഇത് വന്നിട്ട് ചെറിയുള്ളി അല്ലെങ്കിൽ ചീരുള്ളി എന്നൊക്കെ പല നാടുകളെ സംബന്ധിച്ചിട്ട് പേര് വരുന്നുണ്ട് ഇല്ലേ. ചുവന്നുള്ളി എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഈ ചുവന്നുള്ളിനെ പറ്റിയിട്ടാണ് അതുപോലെ തന്നെ അത് ഓരോ അസുഖങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കേണ്ടത് എന്നും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക. ചുവന്നുള്ളിയിൽ ധാരാളം ഇരുമ്പിന്റെ അംശം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചുവന്നുള്ളിയുടെ നിത്യോപയോഗം ശരീരത്തിലെ വിളർച്ച സംബന്ധിച്ച ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവ് ഇതിനെല്ലാം തന്നെ പരിഹരിക്കാനായിട്ട് ചുവന്നുള്ളിയുടെ നിത്യോപയോഗം വളരെ നല്ലതാണ്. ഇതിനായിട്ട് ചുവന്നുള്ളി അരിഞ്ഞ് ശർക്കര ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ആ ഒരളവിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റോട് കൂടിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വിളർച്ച തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആധുനിക ശാസ്ത്രം പറയുന്നത് ഈ ചുവന്നുള്ളി എന്ന് പറയുന്നത് രോഗങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് രോഗാണുനാശനത്തിനും അതുപോലെ തന്നെ ഹൃദയത്തെ സംരക്ഷിക്കാനും പിന്നെ പ്രമേഹ രോഗികളിലെ പ്രമേഹത്തെ നിയന്ത്രിക്കാനും ആസ്മ അതായത് ശ്വാസമുട്ട് പോലെയുള്ള ബുദ്ധിമുട്ട് പിന്നെ ക്യാൻസർ ഇവയൊക്കെ ചെറുക്കാൻ വേണ്ടിയിട്ട് അതായത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങൾ ഈ ചുവന്നുള്ളിയിൽ ഉണ്ട് എന്നുള്ളതാണ്. നമ്മളെ പോലെയുള്ള പാരമ്പര്യ ചികിത്സകര് അതായത് നാട്ടുവൈദ്യം ചെയ്യുന്ന ആളുകള് ഉള്ളി അവരുടെ ചികിത്സയുടെ പ്രധാന ഭാഗമായിട്ട് മാറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അതായത് ചെറുതായിട്ട് വന്നിട്ടുള്ള ജലദോഷം, പനി, തുമ്മല് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ അലർജി, തുമ്മിയിട്ട് ഈ പൊടിയുടെ അലർജി കാരണം കൊണ്ടൊക്കെ ഇങ്ങനെ തുമ്മല് നിൽക്കാതെ പോകുന്ന ആളുകൾ, അതുപോലെ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റ് രാവിലെ ഒന്ന് മുഖം കഴുകി വരുമ്പോഴേക്കും തുമ്മൽ കൊണ്ട് ഇതാവുന്ന ഒരുപാട് ആളുകളുണ്ട് ഇല്ലേ. അപ്പൊ അവരുടെ അത്തരം തുമ്മലുകളൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെ ശ്വാസം മുട്ട്, ആസ്മ ബുദ്ധിമുട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താക്കുന്നുണ്ട് നമ്മൾ ചെറുള്ളി വെച്ചിട്ട് അതായത് ചുവന്നുള്ളി വെച്ചിട്ടുള്ള ഒരുപാട് ഒറ്റമൂലികൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ തന്നെ ഈ ഒരു ചാനലിൽ ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാൽ പോലും ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ ചെറുള്ളി ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം എന്ന് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ചെറുള്ളിയുടെ നീരും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീരും കൂടിയിട്ട് ഒരേ അളവിൽ 1 ടീസ്പൂൺ ചെറുള്ളി നീരും 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ദിവസം ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയുന്നതാണ്. അതേപോലെ തന്നെ ഉള്ളിനീര് കുറച്ച് അല്പം കൂടുതൽ എടുക്കുക. അതായത് 10-20 മില്ലി അളവിൽ ചെറുള്ളിയുടെ നീരെടുക്കുക. ഈ നീരിനെ നിങ്ങൾ മോരില് ചാലിച്ച് കഴിക്കുന്നതും എന്താക്കുന്നുണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് അതായത് ചീത്ത കൊളസ്ട്രോൾ കുറച്ചിട്ട് നല്ല കൊളസ്ട്രോൾ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ പുകവലി മൂലം നമ്മുടെ ശരീരത്തിനകത്തേക്ക് അതായത് ശ്വാസകോശത്തിലൂടെ സംഭവിച്ചിട്ടുള്ള മാലിന്യം ഉണ്ടല്ലോ അതുപോലെ തന്നെ കിഡ്നി, ലെൻസ് ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ടും ഈ ഒരു ചുവന്നുള്ളി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് 10-20 മില്ലി ചുവന്നുള്ളി നീര് എടുത്തിട്ട് നിങ്ങൾ ദിവസം കുടിക്കുക. അതാണ് ഇത് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ ശരീരത്തില് വിഷസംബന്ധമായിട്ട് അതായത് തേള്, എട്ടുകാലി പോലുള്ള ഒക്കെ കടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ചെറിയ രീതിയിലുള്ള വിഷം ഉണ്ടല്ലോ ഇതെല്ലാം തന്നെ പരിഹരിക്കാനായിട്ട് അല്ലെങ്കിൽ സ്പോട്ടിൽ തന്നെ അതിന്റെ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ട് ചുവന്നുള്ളി ജസ്റ്റ് ഒന്ന് ആ ഒരു കടിച്ച ഭാഗത്ത് ഇങ്ങനെ ഉരസി കൊടുക്കുക. അതായത് പകുതി മുറിച്ചിട്ട് ആ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ ഉരസി കൊടുക്കുന്നത് അവിടെയുള്ള ആ ഭാഗത്ത് സ്പ്രെഡായിട്ടുള്ള വിഷം ശുദ്ധീകരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി പറയാനുള്ളത് വാതസംബന്ധമായിട്ടുള്ള വേദന ഉണ്ടല്ലോ നീർക്കെട്ടൊക്കെ ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ചുവന്നുള്ളി നീരും അതുപോലെ കടുകെണ്ണയും സമാസമം അളവിൽ കേട്ടോ. നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് ആ ക്വാണ്ടിറ്റി ഒരേപോലെ എടുക്കുക. അതായത് കടുകെണ്ണയാണെങ്കിലും ചുവന്നുള്ളി നീരാണെങ്കിലും ഒരേ അളവിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഈ വാതസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട് എവിടെയാണുള്ളത് അല്ലെങ്കിൽ അതിന്റെ നീർക്കെട്ടിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഭാഗത്ത് നിങ്ങൾ പുരട്ടി കഴിഞ്ഞാൽ അത് സ്പോട്ടിൽ തന്നെ അതിന്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും കേട്ടോ. പിന്നെ പറയാനുള്ളത് ചെവി വേദന അല്ലെങ്കിൽ ചെവിയുടെ കേൾവിക്കുറവ്, എന്തെങ്കിലും അഴുക്കൊക്കെ ഇരുന്നിട്ട് കേൾവിക്കുറവ് പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ ചെറുള്ളി നീരുണ്ടല്ലോ അത് എരിക്കിന്റെ ഇലയിൽ നന്നായിട്ട് പുരട്ടിയിട്ട് ആ എരിക്കിന്റെ ഇല വാട്ടി പിഴിഞ്ഞ് ആ നീര് നമ്മൾ ചെവിട്ടിൽ ഒറ്റിക്കുക.
ഏത് ചെവിടിനാണോ വേദന അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ ഏത് ചെവിടിനാണോ ഈ കേൾവി കുറവ് അനുഭവപ്പെടുന്നത്, ആ ചെവിടിനകത്ത് അല്പം ഇറ്റിച്ചിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ തന്നെ കിടക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഒരു സഡൻ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇതുപോലെ മുറിവ്, ചതവ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ചുവന്നുള്ളിയുടെ നീര് ആ ഒരു ഭാഗത്ത് നിങ്ങൾ പുരട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. മുറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മുറിവ് കരിയാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പനി, ജലദോഷം, ചുമ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ, സീസണൽ അസുഖങ്ങളാണ് അല്ലേ, ഇതിനെല്ലാം തന്നെ ചുവന്നുള്ളി നീര്, അല്പം തേന്, പിന്നെ ചെറുനാരങ്ങയുടെ നീര് ഇതെല്ലാം കൂടെ ഒരേ അളവിൽ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ 2-3 നേരമായിട്ട് ദിവസം കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. മൂക്കൊലിപ്പിനൊക്കെ വളരെയധികം പ്രതിരോധിക്കുന്നതാണ്. പിന്നെ ജലദോഷം, തുമ്മല്, അലർജി, ഈ പൊടിയൊക്കെ തട്ടിയിട്ടുള്ള അലർജി മൂലം ഒക്കെ തുമ്മലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചുവന്നുള്ളി ഒന്ന് നന്നായി ഫ്രഷ് ആയിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ഇടിക്കലിലിട്ട് ചതച്ചിട്ട് അതിൻ്റെ നീര് ഒരു ഡ്രോപ്പ് 2 മൂക്കിലും ഓരോ ഡ്രോപ്പ് വീതം ഇറ്റിച്ച് കഴിഞ്ഞാൽ ആ ഇറ്റിക്കുന്ന സമയത്ത് ചെറിയൊരു നീറ്റൽ അനുഭവപ്പെടും. എന്നാൽ പോലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടാണ്. ആ ഒരു സമയത്ത് 1-2 തവണയും കൂടെ തുമ്മിയിട്ട് പിന്നീട് നിങ്ങൾക്ക് അത്രയും കാലം ഉണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു തുമ്മലിന് നല്ലൊരു ആശ്വാസം ഉണ്ടാവും. അതായത് പിന്നെ കുറേ കാലത്തേക്ക് നിങ്ങൾക്ക് തുമ്മൽ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ. കാരണം അത് മൂക്കിന് ചുറ്റുമുള്ള ആ ഒരു ബാക്ടീരിയകളെ എന്താക്കുന്നുണ്ട്, കൊന്നൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ തുമ്മലിനുള്ള ഒരു ടെൻഡൻസി അവിടെ നശിച്ചു പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് നല്ലൊരു റെമഡിയാണ്. ഇതുപോലെ നിങ്ങൾക്ക് മൂക്കിൽ ഇറ്റിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ചെറുള്ളി ജസ്റ്റ് ഒന്ന് 2ആക്കി മുറിച്ചതിന് ശേഷം മൂക്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിപ്പിച്ച് അതൊന്ന് സ്മെല്ല് ചെയ്താലും മതി, നന്നായിട്ടൊന്ന് ഇങ്ങനെ മണത്താലും മതി, നല്ലൊരു റിസൾട്ട് കിട്ടും. നമുക്ക് ആ ഒരു നീര് അല്ലെങ്കിൽ ആ ഒരു ചെറുള്ളിയുടെ ആ ഒരു സ്മെല്ല് നമുക്ക് ഇങ്ങനെ മൂക്കിലേക്ക് അടിച്ചു കയറുമ്പോൾ തന്നെ എന്താണ് ജലദോഷം പോലെയുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മൂക്കൊലിപ്പ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തുമ്മൽ പോലെയുള്ള ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ മാറി കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി കഠിനമായിട്ട് വയറ് വേദനിക്കുന്ന ഒരു വ്യക്തിയാണ്, ഏത് സാഹചര്യം ആയിക്കോട്ടെ, നമുക്കിപ്പോൾ മനസ്സിലാവില്ലല്ലോ എന്തുകൊണ്ടാണ് ഇപ്പോൾ വയറ് വേദനിക്കുന്നത്, എന്തെങ്കിലും ദഹന പ്രശ്നം കൊണ്ടാണോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ഗ്യാസ് ട്രബിൾ മൂലമാണോ, അങ്ങനെ ഒന്നും അറിയാതെ ചില ആളുകൾക്ക് ഇങ്ങനെ വയറുവേദന ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ എന്താക്കണം, അല്പം ചുവന്നുള്ളി പച്ചക്ക് ചതച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ നീര് അല്പം എടുത്തിട്ട് അല്പം കറിയുപ്പ്, നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന ഉപ്പുണ്ടല്ലോ, അത് അതിൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഉപ്പ് അല്പം ഇട്ടിട്ട് ആ നീര് കുടിക്കുകയോ അല്ലെങ്കിൽ ആ ചെറുള്ളി ചവച്ചരച്ചിട്ട് ഇറക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സഡൻ റിസൾട്ടാണ്. അതായത് പെട്ടെന്ന് തന്നെ ആ ഒരു വയറുവേദന മാറി കിട്ടുന്നത് അറിയാൻ പറ്റും. അത് ഏത് തരത്തിലുള്ള വയറുവേദന ആയിക്കോട്ടെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ മൂത്ര തടസ്സമുള്ള ആളുകളുണ്ടല്ലോ, അതായത് മൂത്രം ഒഴിക്കാൻ മുട്ടുന്നുണ്ട് പക്ഷെ പോകുന്നില്ല, അല്ലെങ്കിൽ അതുപോലത്തെ ഒക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആൾക്കാർ, അതായത് കിഡ്നി സ്റ്റോൺ എന്നല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള ആളുകൾക്ക് ഈ ചെറുള്ളി എന്താ പറയുക അരച്ച് കഴിക്കാനോ അല്ലെങ്കിൽ അത് കഷായം വെച്ചിട്ട് കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. അതേപോലെ തന്നെ അത്തരക്കാരത് പതിവായിട്ട് ഉപയോഗിക്കുക കേട്ടോ. ചുവന്നുള്ളി ഇതുപോലെ കഷായം വെച്ചിട്ടോ അല്ലെങ്കിൽ അരച്ചിട്ടോ കഴിക്കുക. അതായത് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് കഴിച്ചാലും മതിയാവും, മനസ്സിലായോ. പിന്നെ ഇതുപോലെ ആർത്തവ സംബന്ധമായിട്ട് വയറുവേദന, അതുപോലെ തണ്ടല് വേദന, നടുവേദന ഒക്കെയുള്ള സ്ത്രീകളുണ്ട്. ഈ ആളുകൾ ഇതുപോലെ ഒരു 4-5 ചുവന്നുള്ളി ഒന്ന് ചതച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുകയാണെങ്കിലും നല്ല റിസൾട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ആ വേദന ഒക്കെ മാറുന്നത് അറിയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു വയറുവേദന ഉള്ള ആളുകൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് കുടിച്ചാൽ, അതിൻ്റെ നീരൊന്ന് കുടിച്ചാൽ തന്നെ എന്താവുന്നുണ്ട്, അല്പം ഉപ്പിട്ടിട്ടൊന്ന് കുടിച്ചാൽ തന്നെ പെട്ടെന്ന് ആ വേദന മാറുന്നുണ്ട്. അപ്പം അതേ കാറ്റഗറി തന്നെയാണ് ഈ ആർത്തവ സംബന്ധമായിട്ടുള്ള വേദന, വയറുവേദന ഉള്ള സ്ത്രീകൾക്കും ഇതൊന്ന് അതുപോലെ 3-4 വെളുത്തുള്ളി 3-4 ചുവന്നുള്ളി ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഡൻ റിസൾട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ കഠിനമായിട്ടുള്ള പനി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചുവന്നുള്ളി നമുക്കൊരു രീതിയിൽ ഉണ്ടാക്കാം. അതായത് 1-2 ചുവന്നുള്ളിയിൽ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് നന്നായി ചതച്ചിട്ട് അതിൻ്റെ നീര് നന്നായി പിഴിഞ്ഞെടുക്കുക. ഇതിലേക്ക് എന്താക്കണം, 1 ടീസ്പൂൺ തേനും കൂടെ ചേർത്തിട്ട് നിങ്ങൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ദിവസത്തിൽ 4-5 തവണയായിട്ട് കുടിക്കണം കേട്ടോ. കുഞ്ഞു കുട്ടികൾക്ക് വരെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. മുതിർന്നവർക്ക് ചിലപ്പോൾ 1-2 ടീസ്പൂൺ കഴിക്കുമ്പോഴേക്കും ആ ഒരു റിസൾട്ട് കിട്ടണം എന്നില്ല, നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി അനുസരിച്ചിട്ടാണ്. അപ്പം നിങ്ങളത് ദിവസത്തിൽ പല തവണകളായിട്ട് ഉണ്ടാക്കി കഴിക്കുക. അതായത് ഒറ്റ തവണ ഉണ്ടാക്കിയിട്ട് ഒരുപാട് നേരത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കരുത്. ഓരോ തവണ അതായത്
ഓരോ തവണ കഴിക്കുമ്പോഴും പുതിയത് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ട് പനിക്ക് മാത്രമല്ല, വിട്ടുമാറാത്ത ചുമ, കഫം കെട്ട്, അതുപോലെ ശ്വാസം മുട്ട്, ഇത്തരത്തിലുള്ള അനുഭവമുള്ള ആളുകൾക്കൊക്കെ ഈ സെയിം കൂട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ ഉറക്കക്കുറവുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചുവന്നുള്ളി അന്നത്തെ ദിവസം ഏതെങ്കിലും രീതിയിൽ നന്നായിട്ട്, അതായത് ഉറങ്ങുന്നതിന് കുറച്ച് മുൻപായിട്ട് ചുവന്നുള്ളി ഇതുപോലെ ഒരു 3-4 ചുവന്നുള്ളി പച്ചക്ക് കഴിച്ചിട്ടോ, അല്ലെങ്കിൽ അത് ഒന്ന് ചമ്മന്തി ആക്കിയിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിനോടൊപ്പം കഴിക്കുകയോ, അല്ലെങ്കിൽ അതൊന്ന് ചതച്ച് വെള്ളം തിളപ്പിച്ച് കുടിച്ചിട്ട് ആ രീതിയിൽ കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സുഖനിദ്ര എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അതായത് നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ മൂലക്കുരു മൂലം അനുഭവപ്പെടുന്ന, അതായത് ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക് ഒരു 7 ദിവസത്തെ ചുവന്നുള്ളി പ്രയോഗമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുവന്നുള്ളി നന്നായി ചെറിയ രീതിയിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം അത് ഒന്ന് അല്പം പശു നെയ്യ് ഉണ്ടല്ലോ അതിനകത്ത് ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുത്തിട്ട് അതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ അതിലേക്ക് നല്ല ജീരകവും കൽക്കണ്ടവും പൊടിച്ച് ചേർത്ത് മിക്സ് ചെയ്തിട്ട് അത് കഴിക്കുക. ഈ ഒരു കൂട്ട് നിങ്ങൾ ഏകദേശം ഒരാഴ്ച, ഒരു 7 ദിവസം അടുപ്പിച്ച് കഴിക്കുമ്പോഴേക്കും, ആദ്യത്തെ 1-2 ദിവസം കഴിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടാണ്. അതായത് ആ ഒരു മലബന്ധമൊക്കെ മാറി വളരെ സ്മൂത്തായിട്ട് വയറ്റിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ മൂലക്കുരു മൂലമുള്ള ആ ഒരു ബ്ലഡ് വരുന്നതും, പിന്നെ എന്താണ് അവിടെ ഉള്ള ഒരു ബുദ്ധിമുട്ട്, അതായത് മലം കട്ടിയായി പോകുമ്പോഴുള്ള വേദന, അതുമൂലം ഉണ്ടാവുന്ന ഒരു ബ്ലഡിന്റെ ഫ്ലോ ഉണ്ടല്ലോ, ഇതെല്ലാം മാറി സ്മൂത്തായിട്ട് നടക്കുന്നതാണ്. നമുക്ക് അവിടെ ഒരു കടച്ചിലോ പുകച്ചിലോ വേദനയോ ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അത്രയും റിസൾട്ടാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ കൂട്ട് നിങ്ങൾ പ്രയോഗിക്കുകയാണെങ്കിൽ കിട്ടുന്നത്. പിന്നെ ഹൃദ്രോഗം വന്ന ആളുകൾ, അല്ലെങ്കിൽ അത് വരാൻ ചാൻസ് ഉള്ള ആളുകൾ, അതായത് കൂടുതൽ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആളുകൾക്ക് ഹൃദയാഘാതം സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായിട്ട് മറ്റ് അസുഖങ്ങൾ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ മുൻകണ്ട് നിങ്ങൾ എന്താക്കണം, ചുവന്നുള്ളി നിങ്ങളുടെ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ തന്നെ ഉൾപ്പെടുത്തുക. ഏതെങ്കിലും രീതിയിലൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതായത് ഈ ഒരു ഹൃദ്രോഗത്തെ തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ശ്വാസകോശ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടല്ലോ, ആസ്മ പോലുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ടിപ്പ്, അത് നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഉള്ളിയുടെ നീരെടുത്തതിന് ശേഷം അതിലേക്ക് അല്പം തേൻ ഒഴിച്ചിട്ട് നമ്മൾ സർബത്ത് പോലെ, അതായത് വീട്ടിലേതെങ്കിലും ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കൂൾ ഡ്രിങ്ക്സ് കൊടുക്കുമല്ലോ, അതേപോലെ നിങ്ങൾ ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക്, അതായത് ഡെയിലി നിങ്ങൾ അതുപോലെ ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ, ശ്വാസകോശ സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറും എന്നുള്ളതാണ്. കാരണം നമുക്ക് ആ ഭാഗത്തുള്ള അണുബാധ ഒക്കെ, അതായത് ആ ഒരു ബാക്ടീരിയ എല്ലാം നശിപ്പിച്ച് കളയാനുള്ള അത്രയും ഇതായിട്ടുള്ള എന്താ പറയാ കണ്ടന്റ് നമ്മുടെ ഈ ഒരു ചുവന്നുള്ളിയിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ എന്തെങ്കിലും കാരണം മൂലം തലചുറ്റില് അനുഭവപ്പെടുക, അല്ലെങ്കിൽ തലവേദന, ശക്തമായിട്ടുള്ള തലവേദന അനുഭവപ്പെടുക, അല്ലെങ്കിൽ നല്ല കഫം കെട്ട് മൂലമുള്ള തലവേദന, അങ്ങനെ തലവേദന പല രീതിയിലും ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ അനുഭവപ്പെടുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും 1-2 ചുവന്നുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് കയ്യിൽ ഇങ്ങനെ ചുരുട്ടി കൂട്ടി പിടിച്ചതിന് ശേഷം ഈ രീതിയിലൊന്നിങ്ങനെ മണക്കുക. നമ്മൾ കയ്യിനകത്ത് അത് വെച്ചിട്ടൊന്നിങ്ങനെ മണപ്പിച്ചാൽ മതി. സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ട്, ശക്തമായ തലവേദന മൂലം അല്ലെങ്കിൽ തലകറക്കം, ഇങ്ങനൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു ചുവന്നുള്ളി പ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ചുവന്നുള്ളിയുടെ ഒരുപാട് ഗുണങ്ങളും, അതായത് ഏതൊക്കെ അസുഖത്തിന് നമുക്ക് നാട്ടു ചികിത്സയിൽ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഒറ്റമൂലികൾ ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താക്കണം, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുപോലുള്ള നല്ല നല്ല ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒറ്റമൂലികൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താക്കണം, താഴെ കമൻറ്റിലൂടെ ചോദിക്കുക കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ടിപ്പുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ മൻസു അക്ബർ സൈനിങ് ഓഫ്.